ദില്ലി സ്ഫോടനത്തിന് ശേഷം ഒളിവിൽ പോയ ഡോക്ടർമാർക്കായി അന്വേഷണം ഊർജിതം. ഉമർ നബി അടക്കമുള്ളവരുമായി ബന്ധമുള്ള 15 ഡോക്ടർമാരാണ് ഒളിവിലുള്ളത്. NIA അറസ്റ്റ് ചെയ്ത ഉമറിന്റെ സഹായി അമീർ റാഷിദ് അലിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്മീർ മേഖലയിൽ NIA NSG സംഘങ്ങൾ വ്യാപക പരിശോധന നടത്തുകയാണ്. സ്ഫോടനമുണ്ടായ നൌഗാം പോലീസ് സ്റ്റേഷനും പരിസരവും കനത്ത സുരക്ഷയിലാണ്. സ്ഫോടന കാരണം തേടിയുള്ള അന്വേഷണം തുടരുകയാണ്. ആദിൽ പാലോടും പിയ സുനിലും തത്സമയം ചേരുന്നുണ്ട്. ആദ്യം ഞാൻ ആദിൽ പാലോടിലേക്ക് പോകുന്നു. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ്. ആദിൽ പാലോട്, ഇന്നിപ്പോൾ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് തോന്നുന്നു. കൂടുതൽ ആളുകളെ പോലീസ് തിരയുന്നു. പിടികൂടിയ ചില ഡോക്ടർമാരെ പോലീസ് ബന്ധമില്ല എന്ന് കണ്ട് വിട്ടയക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഈ വൈറ്റ് കോളർ ടെററിസ്റ്റ് മൊഡ്യൂളിലെ സംഘങ്ങളെ തേടിയുള്ള അന്വേഷണം തുടരുകയാണോ അതിൽ? ഉറപ്പായും തുടരുകയാണ് അരുൺകുമാർ. ഈ ഡോക്ടർ ഉമറുമായി ബന്ധമുള്ള 15 ഡോക്ടർമാരുണ്ട് എന്നതാണ് NIA അന്വേഷണ സംഘം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ലിസ്റ്റ് അനുസരിച്ച് ഈ 11 പേരും ഒളിവിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ഇവരെ തേടിയുള്ള അന്വേഷണത്തിലാണ്. വൈകാതെ തന്നെ ഇവരെ പിടികൂടാനാകുമെന്നാണ് NIA അന്വേഷണ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നത്. ഏതായാലും വളരെ സുപ്രധാനമായ ഒരു ഘട്ടത്തിലാണ് അന്വേഷണം എത്തി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഈ വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളിലെ ശൃംഖല മുഴുവനായി തന്നെ പിടികൂടാനും അവരെ ചോദ്യം ചെയ്യാനും അവരെ ജയിലിലടയ്ക്കാനുമുള്ള ശ്രമമാണ് അന്വേഷണ സംഘത്തിൻ്റെത് എന്ന് മനസ്സിലാക്കണം. ഏതായാലും ഡോക്ടർ ഉമർ നബി എന്ന ഈ ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിച്ച ടെറർ മൊഡ്യൂളിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അംഗം, അയാൾക്ക് വാഹനം വാങ്ങി നൽകിയത് ഫരീദാബാദിലെ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ നിന്ന്, യൂസ്ഡ് കാർ ഷോപ്പിൽ നിന്ന് വാഹനം വാങ്ങി നൽകിയത് അമീർ ആണെന്ന് കണ്ടെത്തിയിരുന്നു. അമീറിനെയാണ് ഇന്നലെ NIA സംഘം പിടികൂടിയത്. ഈ അമീറിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. വളരെ നിർണായകമായ ഒരു ചോദ്യം ചെയ്യലാണത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. പ്രത്യേകിച്ച് എത്ര കാറുകൾ ഇവർ വാങ്ങി, എന്തൊക്കെയായിരുന്നു ഇവരുടെ പദ്ധതികൾ, ഈ കാറുകൾ വാങ്ങുമ്പോൾ ഉമർ നബിയും ഒപ്പം ഉണ്ടായിരുന്നു, എന്താണ് അവിടെ ഉണ്ടായ സംഭാഷണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അമീറിന്റെ കയ്യിൽ നിന്നും വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യൽ NIA അന്വേഷണ സംഘം തുടരുകയാണ്. ഏതായാലും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത്. ഇനി ഇവരുടെ പദ്ധതികൾ എങ്ങനെയാണ്, ഇവർക്ക് എവിടെ നിന്നാണ് നിർദ്ദേശം എത്തിയത്, എന്തായിരുന്നു നിർദ്ദേശം, എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്തത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. മാത്രമല്ല, ഈ വൈറ്റ് കോളർ ടെറർ മൊഡ്യൂൾ എന്ന ശൃംഖല, ഭീകര ശൃംഖല എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത്, പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ ആളുകളെയാണ് ഇതിലേക്ക് ആകർഷിച്ചിരുന്നത്, അതിന്റെ എങ്ങനെയാണ് ഇവരുടെ പദ്ധതി എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തേടുകയാണ് NIA അന്വേഷണ സംഘം. ഇനി അറിയേണ്ടത് ഈ 15 ഡോക്ടർമാർ ഒളിവിൽ പോയവരെ പിടികൂടുക എന്നുള്ള ദൗത്യത്തിലാണ് ഇപ്പോൾ NIA അന്വേഷണ സംഘം. അരുൺകുമാർ. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ ചെങ്കോട്ടയിൽ നിന്ന് കണ്ടെടുത്ത, സമീപത്ത് നിന്നും കണ്ടെടുത്ത ഒരു വെടിയുണ്ട കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ട്. കൂടുതൽ ഡോക്ടർമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ച് അന്വേഷിച്ചു വരികയാണ്. ഇതിന്റെ